വിളിക്കാൻ വന്നതാ, കോഫി കുടിക്കാൻ പോവാൻ. ഇത് പെണ്ണാണല്ലോ. ഞാൻ പോണോ വേണ്ടേ? പക്ഷെ അതൊക്കെ നിന്റെ ഡിസിഷനാണ്, നിന്റെ ലൈഫാണ്. നിന്റെ ലൈഫിലെ അഭിപ്രായം പറയാൻ ഞാൻ പോണോ വേണ്ടേ? പക്ഷെ ഇറ്റ്സ് യുവർ ലൈഫ്. തീരുമാനങ്ങൾ എടുക്കേണ്ടത് നീ. പോണോ വേണ്ടേ? പക്ഷെ ഞാൻ ആരുമല്ല. യെസ് ഓർ നോ? പോണ്ട. That's all. ഐഷ, വെയിറ്റ്. ഐ എം സോറി. എന്തിന്? ഞാനന്ന് നിന്നെ ചീത്ത പറഞ്ഞൊക്കെ ഐ ഡിഡ്ന്റ് മീൻ എനി ഓഫ് ഇറ്റ്. നിനക്ക് കുറച്ച് എന്നോട് ദേഷ്യമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മനഃപൂർവ്വം അങ്ങനെ ഓരോന്നും പറഞ്ഞതാണ്. ആ ഫോട്ടോ വന്നപ്പോൾ എനിക്ക് ടെൻഷനായിപ്പോയി. നീ ഒരു ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആണ്. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിന്റെ ഫ്യൂച്ചർ, നിന്റെ മാത്രമല്ല എൻ്റെ ഫ്യൂച്ചർ അത് ബാധിക്കും. ഏത് ഫോട്ടോ? റൂബി ഒന്നും പറഞ്ഞില്ലേ? ആ ഫോട്ടോയെ പറ്റി സാറിന് അങ്ങനെ അറിയാം? ആ ഫോട്ടോ എൻ്റെ വാട്സാപ്പിലേക്കാണ് വന്നത്. നിന്റെ ക്ലാസ്മേറ്റ് സൗമ്യയാണ് അത് അയച്ചത്. നീ കെയർഫുൾ ആയിട്ട് ഇരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഐഷ ഞാൻ പറയുന്ന മനസ്സിലാക്കി. സാർ മാറി. ഈ സമയത്തല്ല ദേഷ്യം കാണിക്കുന്നത്. നിന്നെ ഓൾറെഡി അവർ ബ്ലാക്ക് ലിസ്റ്റിൽ ഇടാൻ ട്രൈ ചെയ്യണം. അവർക്കൊരു റീസൺ കിട്ടിയാൽ മതി. ഈ കോമ്പറ്റീഷനിൽ പിന്നെ നീ ഉണ്ടാവില്ല. മാറി. ഐഷ, ഐഷു, ഒരു പ്രശ്നത്തിനും പോരുത്. നിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി ഇവിടെ കുറേ എണ്ണം വെയിറ്റ് ചെയ്യണം. അവർ കംപ്ലൈൻറ്റ് ചെയ്യും. ഈ കോമ്പറ്റീഷനിൽ അവർ നിന്നെ റിമൂവ് ചെയ്യും. അവൾക്ക് നിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലുള്ള ധൈര്യമില്ല. ഞാൻ പറഞ്ഞല്ല ഞാൻ ഹാൻഡിൽ ചെയ്താണെന്ന്. കമീർ, ഇവിടെ വാ. ഓ, അയാൾ വെയിറ്റ് ചെയ്യാം. റൂബി, ഞാൻ ഇപ്പം വരാം. അയാളോട് പോകാൻ പറയാം. നീ പോകുന്നില്ലേ? അല്ല, ഞാൻ വന്നിട്ട് പറയാം. ഹായ്. ടൈമിന് നല്ല വാല്യൂ കൊടുക്കുന്ന ആളാണല്ലോ. സോറി, ഒരു വർക്ക് തീർക്കാനുണ്ടായിരുന്നു, ഇമ്പോർട്ടൻ്റാ, അതാ ലേറ്റ് ആയത്. എന്ത് വർക്ക്? നിങ്ങൾ ഗേൾസ് എന്തിനാണ് ഈ ക്ലാസ് വർക്ക്സ് ഒക്കെ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. എക്സ്ക്യൂസ് മീ. എൻ്റെ പെങ്ങൾ സീരിയസ് ആയിരുന്നു പഠിക്കുന്നതാണ്. എന്തായാലും നിങ്ങൾ കല്യാണം കഴിച്ച് നാളെ ഒന്ന് പ്രസവിച്ച അതോടെ എല്ലാം നിർത്തില്ലേ? പഠിപ്പും ജോലിയും ഒക്കെ ഇതൊക്കെ ടൈം വേസ്റ്റ് ആണെന്ന് ഞാൻ അവളോട് എപ്പോഴും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ഐഷ, കൺട്രോൾ. ഇവനോട് ആർഗ്യൂ ചെയ്തിട്ട് ഇന്നിനി വേറൊരു അലമ്പുണ്ടാക്കണ്ട. വീട്ടിൽ വന്നാലും മര്യാദക്ക് സംസാരിക്കാൻ പറ്റില്ല. വല്ല വിക്കോ കേൾവിക്കുറവൊക്കെ ഉണ്ടോന്ന് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. ആഞ്ജനേയ സ്വാമി. ഞാനൊരു തമാശ പറഞ്ഞാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഹ്യൂമർ സെൻസ് ആണ്. എൻ്റെ ഉമ്മ എപ്പോഴും പറയും. ഉമ്മയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞങ്ങൾ ഫുൾ ടൈം ഒരുമിച്ചാണ് ഉണ്ടാവുക. താൻ ബാക്ക് സീറ്റിൽ ഇരിക്കേണ്ടി വരും കേട്ടോ. ആദ്യമേ പറഞ്ഞേക്കാം. ഓ സോറി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വീട്ടിൽ വന്ന് പെണ്ണ് കാണുന്നതിലും നല്ലതൊരു കോഫി ഷോപ്പിൽ വെച്ച് കാണുന്നതാണ്. അപ്പോൾ തന്നെ കുറച്ച് കൂടുതൽ അറിയാൻ പറ്റുമല്ലോ, പല ചുറ്റിക്കളി ഉണ്ടോന്നൊക്കെ. ഇക്കാലത്ത് പെൺപിള്ളേരെ വിശ്വസിക്കാൻ പറ്റൂല. പെൺകുട്ടികൾ മാത്രമല്ല കേട്ടോ, ചുരുക്കം ചില ആൺകുട്ടികളും അങ്ങനെ ഉണ്ട് ചുറ്റിക്കളി ഉള്ളവർ. ഐഷ, ക്യാമ്പസാണ്. ഓൾറെഡി 2 സീന് കഴിഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇവനോട്ട് ഒരു ആർഗ്യുമെൻറ്റിന് ഇപ്പോൾ പോരുത്. ഐഷ, കൺട്രോൾ കൺട്രോൾ. ഉമ്മ പറഞ്ഞിരുന്നു താൻ പിക്ക് ചെയ്യാൻ വരുന്നു. നമുക്കിങ്ങനെ ഒരു കോഫിയൊക്കെ കുടിച്ച് സംസാരിക്കാം. എൻ്റെ കയ്യിൽ ഇതുപോലെ കുറേ ജോക്സ് ഉണ്ട്, തനിക്ക് ബോറടിക്കില്ല. ഐ എം സോറി, എനിക്ക് അലയൻസ് താല്പര്യമില്ല. വാട്ട്? ഇതെൻ്റെ പാരൻസ് നോക്കിയൊരു പ്രപ്പോസലാണ്. ഞാൻ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് അപ്പോഴേ പറഞ്ഞിരുന്നു. ഞാനിപ്പം മാരേജിനെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല. താൻ ആള് ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആണല്ലോ. സോറി, വാട്ട്? താൻ ഭയങ്കര സുന്ദരിയാണെന്നൊക്കെ ആരോ മോട്ടറാക്കി വിട്ട് കാണുമല്ലേ. ഇങ്ങനെ എന്നെ റിജക്റ്റ് ചെയ്യാൻ മാത്രമുള്ള സൗന്ദര്യമൊന്നും ഇല്ല കേട്ടോ. ഞാൻ പെൺകുട്ടികളെ അങ്ങോട്ടാണ് റിജക്റ്റ് ചെയ്യാറ്. ഐ എം വെരി വെൽ സെറ്റിൽഡ് ആൻഡ് റിച്ച് ആണ്.
തൻ്റെ ഫാമിലി സെറ്റപ്പിലുള്ള ഒരാളെ എനിക്ക് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി. അപ്പൊ പിന്നെ ആ സെറ്റപ്പിന് പറ്റിയ ആളെ നോക്കായിരുന്നില്ലേ, ഭയങ്കര സൗന്ദര്യമുള്ളത്? ഓ, ഇഷ്ടം പോലെ പ്രപ്പോസൽസ് വന്ന് കിടക്കുന്നുണ്ട്. തൻ്റെ ഫാദർ അയച്ച ഫോട്ടോ എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല ഞാൻ പെണ്ണാണോ വരാമെന്ന് സമ്മതിച്ചത്. ജസ്റ്റ് എൻ്റെ വീട്ടുകാർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച്. എനിക്ക് ഉറപ്പാണ് തനിക്ക് എന്നെ പോലെ വെൽ സെറ്റിൽഡ് ആൻഡ് ഇത്രയും ഹാൻസമായ ഒരാളുടെ പ്രപ്പോസൽ മുമ്പ് വന്നു കാണൂല. അതോ ഇനി കൂടെ കൊണ്ടുനടക്കാൻ വല്ല ബെസ്റ്റി ഉണ്ടോ? അതാണോ കല്യാണം വേണ്ടാത്തത്? ക്യാമ്പസിലായതുകൊണ്ടാണ് മാന്യമായിട്ട് സംസാരിക്കുന്നത്. പല്ലടിച്ച് തെറിപ്പിക്കാൻ ഇവിടെ ആളുണ്ട്. ഭീഷണിയാണോ? ഇതൊക്കെയാണോ നിന്റെ നിലവാരം? എന്താ നീ എന്നെ അടിക്കുന്നാണോ പറയുന്നത്? ഏയ്, ഞാൻ അടിക്കൂല. അങ്ങനെ പോലും നിന്നെ ടച്ച് ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ നീ കൊട്ടേഷൻ ഇറക്കുവോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്? ഓ, ഇതാണോ നിന്നെ കൊണ്ടുനടക്കുന്ന ബെസ്റ്റി?